കണ്ണീര് തോരാതെ വയനാട്. ഉരുൾ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് 6ാം ദിനം. ആകെ പൊലിഞ്ഞത് 366 ജീവൻ. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലധികം പേരെ. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടി ഇന്ന് തുടങ്ങും. എന്താണോ അത് നിറവേറ്റിയിരിക്കും. അതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും. വയനാട്ടിലെ പുനരധിവാസം സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സർക്കാർ കൃത്യം കണക്കുകൾ തന്നാൽ ഉത്തരവാദിത്തം നിറവേറ്റും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കും. 64 സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ഇന്ന് സംസ്കരിക്കുക 67 മൃതദേഹം. ഉരുൾ ദുരന്ത ബാധിതരുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ കണക്ക് നാളെ ലഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പരിശോധന നടത്തുന്നത് റേഷൻ കാർഡ് പട്ടിക അനുസരിച്ച്. എല്ലാവർക്കും പുനരധിവാസം ഉറപ്പാക്കുമെന്നും മന്ത്രി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറുന്നത്. ദേശീയ തലത്തിലെ വലിയ ദുരന്തങ്ങളിൽ ഒന്നുകൂടിയാണ്. വയനാട്ടിലേത് സംസ്ഥാന ദേശീയ തലത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി. ദൃഢനിശ്ചയത്തോടെയാണ് സൈന്യവും സേനയും വിവിധ വകുപ്പുകളും ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നത്. പോലീസിന്റെ മാതൃകാപരമായ ഇടപെടൽ എടുത്തു പറയേണ്ടതാണെന്നും പിണറായി വിജയൻ. വയനാടിനു വേണ്ടി ഒന്നിച്ച് കേരളം. UDFിലെ എല്ലാ MLA-മാരും 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. പുനരധിവാസത്തിന് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലിയാറിൽ തെരച്ചിൽ ഊർജിതം. ഇരുട്ടുകുത്തിയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ 2 മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. പരിശോധന 2 സംഘങ്ങളായി തിരിഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ സേവനം ചെയ്യാനെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി സർക്കാർ. ചൂരൽമല കൺട്രോൾ റൂമിന് സമീപം റവന്യൂ വകുപ്പിന്റെ പ്രത്യേക രജിസ്ട്രേഷൻ കൗണ്ടർ. സംഘങ്ങളായി വരുന്ന സന്നദ്ധ സേവകർ ടീം ലീഡറുടെ പേരിലും രജിസ്റ്റർ ചെയ്യണം. ദുരന്തഭൂമിയിൽ ഭക്ഷണ വിതരണത്തെ ചൊല്ലി പരാതി. സൗജന്യ ഭക്ഷണ വിതരണം തടഞ്ഞെന്ന് സന്നദ്ധ പ്രവർത്തകർ. രക്ഷാപ്രവർത്തകർക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണ വിതരണം നടത്താൻ സർക്കാർ തീരുമാനം. ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നിർത്തുമെന്ന് സന്നദ്ധ പ്രവർത്തകർ. ശിരൂർ ദുരന്തത്തിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് മുഖ്യമന്ത്രി. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട് സന്ദർശിച്ചു. അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ആവർത്തിച്ചു കുടുംബം. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലുമായി കേന്ദ്രം. 1954-ലെ നിയമത്തിൽ 40 ഭേദഗതികൾ. കരടിന് അനുമതി നൽകി മന്ത്രിസഭായോഗം. ദുരന്തമുഖത്തെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മന്ത്രി വീണ ജോർജ്. ഏതൊരു ദുരന്തത്തിലും എന്താണ് സംഭവിച്ചതെന്ന് കുട്ടികളോട് ചോദിക്കരുത്. രക്ഷകർത്താക്കളുടെ അനുവാദമില്ലാതെ കുട്ടികളുടെ വ്യക്തിവിവരങ്ങൾ പുറത്തുവിടരുതെന്നും മന്ത്രി. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള 4 ജില്ലകളിലും കോട്ടയത്തും ഇടുക്കിയിലും യെല്ലോ അലർട്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണത്തിൽ സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ കേസ്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത് അഖിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ.
കൊച്ചി കടവന്ത്രയിൽ DJ പാർട്ടി കഴിഞ്ഞിറങ്ങിയവർ റോഡിൽ തമ്മിലടിച്ചു. സംഘങ്ങളായി തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് ഒലിവ് ഡൗൺ ടൗൺ ഹോട്ടലിൽ DJ പാർട്ടിക്കെത്തിയവർ. നടുറോഡിലെ സംഘർഷം നീണ്ടത് അരമണിക്കൂറോളം. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കമല ഹാരിസിനെ സംവാദത്തിന് വെല്ലുവിളിച്ച് ഡൊണാൾഡ് ട്രംപ്. വെല്ലുവിളി നിരസിച്ച് കമല. മുൻപേ നിശ്ചയിച്ച സംവാദത്തിൽ നിന്ന് പിന്മാറാനുള്ള അടവാണെന്നും കമല ഹാരിസ്. ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തി ഇസ്രയേൽ. പലസ്തീനികൾ അഭയം തേടിയ സ്കൂളിന് നേരെ നടത്തിയ 3 ബോംബാക്രമണങ്ങളിൽ പൊലിഞ്ഞത് 17 ജീവൻ. ആക്രമണത്തിൽ ഷെയ്ഖ് റദ്വാനിലെ സ്കൂൾ പൂർണ്ണമായും തകർന്നു. ഒളിമ്പിക്സ് ഹോക്കിയിൽ സെമി ഉറപ്പിക്കാൻ ഇന്ത്യ ഇന്നിറങ്ങും. ബ്രിട്ടനെതിരായ ക്വാർട്ടർ പോരാട്ടം ഉച്ചയ്ക്ക് 1:30. ബോക്സിംഗിൽ ലോവ്ലിനയും ബാഡ്മിന്റണിൽ ലക്ഷ്യ സെന്നും മെഡൽ പ്രതീക്ഷയുമായി ഇറങ്ങും. അത്ലറ്റിക്സിലും നിർണായക മത്സരങ്ങൾ. പാരീസ് ഒളിമ്പിക്സിൽ വേഗറാണിയായി ജൂലിയൻ ആൽഫ്രഡ്. വനിതകളുടെ 100 മീറ്ററിൽ 10.72 സെക്കൻഡിൽ ഓടിയെത്തി സെയിന്റ് ലൂസിയ താരം. അമേരിക്കൻ താരങ്ങൾക്ക് വെള്ളിയും വെങ്കലവും. സെമിയിൽ അപ്രതീക്ഷിതമായി പിന്മാറി ഷെല്ലി ആൻ ഫ്രേസർ. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ആദ്യ ജയത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. മത്സരം ഉച്ചയ്ക്ക് 2:30. ശ്രീലങ്കൻ സ്പിന്നർമാരുടെ വെല്ലുവിളി മറികടക്കാൻ ഇന്ത്യ. ആദ്യ മത്സരം ടൈയിൽ അവസാനിച്ചതിനാൽ ഇന്ന് ജയം അനിവാര്യം.